ഗെറ്റ് ഗോയിങ്. ഗെറ്റ് ഗോയിങ് എന്നുള്ള എക്സ്പ്രഷൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഗെറ്റ് ഗോയിങ് എന്നുള്ള എക്സ്പ്രഷൻ്റെ ഡിക്ഷണറിയിലുള്ള മീനിങ് ഇതാണ്. സ്റ്റാർട്ട് എ പ്രോസസ് എന്നാണ് ഗെറ്റ് ഗോയിങ് എന്നുള്ള എക്സ്പ്രഷൻ്റെ ഡിക്ഷണറിയിലുള്ള മീനിങ്. ഒരു എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. ഷീ നീഡ്സ് ടു ഗെറ്റ് ഗോയിങ് ഓൺ ദ പ്രോജക്റ്റ്. അവൾക്ക് അവളുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഷീസ് വെയിറ്റഡ് ലോങ് ഇനഫ്. അവൾ ഒരുപാട് നാൾ കാത്തിരുന്നു. ഷീ നീഡ്സ് ടു ഗെറ്റ് ഗോയിങ് ഓൺ ദ പ്രോജക്റ്റ്. അവൾക്ക് അവളുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുവാനായിട്ട് നമ്മൾ ഗെറ്റ് ഗോയിങ് എന്നുള്ള എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇത് ഒന്നാമത്തെ മീനിങ്. ഇനി രണ്ടാമതായിട്ട് അമേരിക്കൻസ് ഗെറ്റ് ഗോയിങ് എന്നുള്ള എക്സ്പ്രഷൻ ലീവ് എന്നുള്ള വേർഡിന് പകരമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് വളരെ പൊളൈറ്റായിട്ട് നൈസായിട്ട് മീൻസ് മര്യാദയായിട്ട് നമുക്ക് പോകണം, എനിക്ക് പോകണം എന്ന് നമ്മൾ പറയാറില്ലേ. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളൊരു പാർട്ടിക്ക് പോയി. അപ്പോൾ പാർട്ടിക്ക് ചെന്നു, പക്ഷേ നമുക്ക് പാർട്ടിക്ക് അധികം നേരം അവിടെ നിൽക്കാൻ സാധിച്ചില്ല, നമുക്ക് വീട്ടിലോട്ട് പോകേണ്ട അത്യാവശ്യം വന്നു. അപ്പോൾ നമ്മൾ അവിടെ നിൽക്കുന്ന നമ്മുടെ സുഹൃത്തിനോട് പറയും എനിക്ക് പോകണമെന്ന് പറയാറില്ല. വളരെ പൊളൈറ്റായിട്ട് വളരെ മര്യാദയായിട്ട് ആ ഒരു രീതിയിൽ പോകണമെന്ന് പറയുവാനായിട്ട് ഗെറ്റ് ഗോയിങ് എന്നുള്ള എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. 2-3 എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. ഐ നീഡ് ടു ഗെറ്റ് ഗോയിങ്. എനിക്ക് പോകണം. ഐ ഹാവ് ടു ഗെറ്റ് ഗോയിങ്. എനിക്ക് പോകണം. ഈ രണ്ട് സെൻറ്റൻസിൻ്റെ ആശയം സെയിം തന്നെയാണ്. ഒരു സെൻറ്റൻസിൽ നീഡ് ടു ഉപയോഗിച്ചു, ഒരു സെൻറ്റൻസിൽ ഹാവ് ടു ഉപയോഗിച്ചു. ആശയം സെയിം തന്നെയാണ്. എനിക്ക് പോകണം എന്നാണ് അതിൻ്റെ ആശയം. ഓർക്കുക, വളരെ പൊളൈറ്റായിട്ട് പറയുന്ന ഒരു രീതിയാണിത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഐ ആം സോറി, എന്നോട് ക്ഷമിക്കണം. ഐ നീഡ് ടു ഗെറ്റ് ഗോയിങ്. എനിക്ക് പോകണം. നെക്സ്റ്റ്, ഷീ ഈസ് ലേറ്റ് ഫോർ വർക്ക്. അവൾ വർക്കിന് ലേറ്റാണ്. ഷീ നീഡ്സ് ടു ഗെറ്റ് ഗോയിങ്. അവൾക്ക് പോകണം. ഡസ് ഷീ നീഡ് ടു ഗെറ്റ് ഗോയിങ്. അവൾക്ക് പോകണോ? യെസ്, ഷീ നീഡ്സ് ടു ഗെറ്റ് ഗോയിങ്. അതെ, അവൾക്ക് പോകണം. വൈ ഡസ് ഷീ നീഡ് ടു ഗെറ്റ് ഗോയിങ്. അവൾ എന്തിനു പോകണം? ഷീ നീഡ്സ് ടു ഗെറ്റ് ഗോയിങ് ബിക്കോസ് ഷീ ഈസ് ലേറ്റ് ഫോർ വർക്ക്. അവൾക്ക് പോകണം കാരണം അവൾ വർക്കിന് ലേറ്റാണ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഷീ ഹാസ് ടു ഗെറ്റ് ഗോയിങ് ബിക്കോസ് ഷീ ഈസ് ലേറ്റ് ഫോർ വർക്ക്. അവൾക്ക് പോകണം കാരണം അവൾ വർക്കിന് ലേറ്റാണ്. ഇവിടെ ഹാസ് ടു ചേർത്ത് പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. ഷീ ഹാസ് ടു ഗെറ്റ് ഗോയിങ് ബിക്കോസ് ഷീ ഈസ് ലേറ്റ് ഫോർ വർക്ക്. അവൾക്ക് പോകണം കാരണം അവൾ വർക്കിന് ലേറ്റാണ്. ഡസ് ഷീ ഹാവ് ടു ഗെറ്റ് ഗോയിങ്. അവൾക്ക് പോകണോ? യെസ്, ഷീ ഹാസ് ടു ഗെറ്റ് ഗോയിങ്. അതെ, അവൾക്ക് പോകണം. വൈ ഡസ് ഷീ ഹാവ് ടു ഗെറ്റ് ഗോയിങ്. അവൾ എന്തിന് പോകണം? എന്തുകൊണ്ട് പോകണം? ഷീ ഹാസ് ടു ഗെറ്റ് ഗോയിങ് ബിക്കോസ് ഷീ ഈസ് ലേറ്റ് ഫോർ വർക്ക്. അവൾക്ക് പോകണം കാരണം അവൾ വർക്കിന് ലേറ്റാണ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നേറ്റീവ് സ്പീക്കേഴ്സ്, പ്രത്യേകിച്ച് അമേരിക്കൻസ് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 2-3 സെൻറ്റൻസ് നോക്കാം. ഗെറ്റ് ഗോയിങ് ചേർത്തുള്ളത്. ഒന്നാമത്തത്, ഐ ഗോ ടു ഗെറ്റ് ഗോയിങ് എന്ന് വെച്ചാൽ എനിക്ക് പോകണം എന്ന് തന്നെയാണ് അതിൻ്റെ ആശയം. ഐ ഗോ ടു ഗെറ്റ് ഗോയിങ്. ഇവിടെ ഐ എന്ന് എഴുതിയിരിക്കുന്നത് ഐ ഹാവ് ആണ്. അതിൻ്റെ കോൺട്രാക്റ്റഡ് ഫോമാണ്. ഐ ഗോ ടു ഗെറ്റ് ഗോയിങ്, എനിക്ക് പോകണം. ഇതിനെയും ചുരുക്കി അമേരിക്കൻസ് ഇങ്ങനെയാണ് പറയാറുള്ളത്, ഐ ഗോട്ട് ഗെറ്റ് ഗോയിങ് എന്ന് വെച്ചാൽ എനിക്ക് പോകണം എന്ന് തന്നെയാണ് അതിൻ്റെയും ആശയം. അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കുവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ചില ടീച്ചർമാർ ഇത് തെറ്റാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അമേരിക്കൻ ഇംഗ്ലീഷിൽ ഇത് കറക്റ്റാണ്. അവർ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു എക്സ്പ്രഷനാണിത്. നിങ്ങൾ മൂവീസൊക്കെ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ സെയിം എക്സ്പ്രഷൻ യൂസ് ചെയ്ത് സംസാരിക്കുന്നത്. അവിടെ ഇത് വളരെ കോമൺ ആണ്. നെക്സ്റ്റ്, വി ഗോ ടു ഗെറ്റ് ഗോയിങ്. ഞങ്ങൾക്ക് പോകണം. ഇതിനെയും ചുരുക്കി അവരിങ്ങനെ പറയാറുണ്ട്, വി ഗോട്ട് ഗെറ്റ് ഗോയിങ്. ഇതാണ് അവർ വളരെ കോമൺ ആയിട്ട് ഈ ഒരു രീതിയിലാണ് അവർ പറയാറുള്ളത്. വി ഗോട്ട് ഗെറ്റ് ഗോയിങ് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പോകണം എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ ആശയം. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. വി ഗോട്ട് ഗെറ്റ് ഗോയിങ്, ഞങ്ങൾക്ക് പോകണം. ഹാവ് എ ഗുഡ് ടൈം, നല്ലൊരു സമയം നേരുന്നു. പാർട്ടി കഴിഞ്ഞ് പോകുന്ന ഒരാൾ പറയുന്നൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, സോറി, വി ഗോട്ട് ഗെറ്റ് ഗോയിങ്, ഞങ്ങൾക്ക് പോകണം. വിൽ സീ യു നെക്സ്റ്റ് ടൈം, നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു.